അഞ്ജുവിന് ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കാനുണ്ട്. അഞ്ജു, നാളത്തെ ദിവസം തിരച്ചിൽ 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നാളത്തെ തിരച്ചിൽ ഏതു ഭാഗത്ത് വേണം? ഇപ്പോൾ പറഞ്ഞു കേട്ടതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചില സൂചനകളുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ, അനിയനടക്കം അവിടെയുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ പറയാനുള്ളത് അഞ്ജു? നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ ആവശ്യം അർജുനെ തിരിച്ച് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് അവൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയണം. എന്ത് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണെങ്കിലും അത് അറിയാമെന്നുള്ളതാണ് ഞങ്ങളുടെ അവകാശമാണത്. അപ്പോൾ എന്താണ് അവന് സംഭവിച്ചത്, അവിടെ ലോറി എവിടെ, ഇതിനൊരു ഉത്തരം നാളെയെങ്കിലും കിട്ടും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. MLA ഒക്കെ പറഞ്ഞ പോലെ അവിടെ ഇപ്പോൾ നടക്കുന്ന ആ ഒരു പ്രവൃത്തി സ്റ്റോപ്പ് ആവരുത്. അവന് കിട്ടുന്നവരെ ആ ഒരു പ്രവൃത്തി നടക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. പിന്നെ എന്തൊക്കെയോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ വെള്ളത്തിനടിയിൽ പോയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരുപാട് ടെക്നോളജീസും കാര്യങ്ങളും നമുക്കിന്ന് അവൈലബിൾ ആണ്. അങ്ങനത്തെ എല്ലാ മാർഗ്ഗങ്ങളും യൂസ് ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വെള്ളത്തിലോ അവിടെ കരക്കടിഞ്ഞ മണ്ണിലോ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് അവനെ കിട്ടുക, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരാളെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനോ ഒരു വ്യക്തിനെ ചോദ്യം ചെയ്യാനോ അവരെ ഇൻസൾട്ട് ചെയ്യാനോ നമ്മൾ ആരും മനഃപൂർവ്വമല്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഹേർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് സോറി പറയാണ്. കാരണം നമ്മളെ ഒരു ഫാമിലി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റും. നമ്മൾ കരഞ്ഞിരുന്നൊരു കാര്യമില്ല. നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് ഇപ്പം നമ്മുടെ ഒരൊറ്റ ആവശ്യമുള്ളൂ, അർജുൻ എന്ത് പറ്റി, അവൻ്റെ ലോറി എവിടെ, അല്ലെങ്കിൽ അവൻ പോയ ലോറി എവിടെ, അവൻ എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് അറിയാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഒരാളെ നമ്മൾക്ക് ഇപ്പോൾ കുറ്റപ്പെടുത്താനില്ല. ഇപ്പോൾ ഇത്രയും നമുക്ക് ചെയ്തു തരുന്ന എല്ലാവരുടെ അടുത്തും നമുക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നാളെയെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ഇൻഫോർമേഷൻ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്താ ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെയോ എന്തെങ്കിലും ഒരു സംസാരത്തിൽ ഏതെങ്കിലും വ്യക്തിക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിനോ എതിരോ നിങ്ങൾക്ക് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ ഇമോഷണലി പറഞ്ഞു പോയതാണ്, ഞങ്ങളുടെ ഫാമിലീൻ്റെ സിറ്റുവേഷൻ കാരണമാണ്. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളത്തെ തിരച്ചിൽ പ്രതീക്ഷയോടെ നോക്കാം. അഞ്ജുന് തിരക്കുള്ളതുകൊണ്ടാണ് അഞ്ജു പ്രതികരിച്ച കേട്ടല്ലോ. അതെ അതെ മാഡം, അതെ, അർജുനെ തിരിച്ചു കിട്ടണം, അത് മാത്രമേ. അത് തന്നെയാണ് അവസാനത്തെ പ്രതീക്ഷ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.